തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. ഏകപ്രതിയായ തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനെതിരെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രതിക്ക് തൂക്കുകയർ കിട്ടുമെന്നു തന്നെയാണ് പ്രതീക്ഷയെന്ന് കൊല്ലപ്പെട്ട വിനീതയുടെ അമ്മ രാഗിണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ കേസിലെ പ്രതിക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷ? വധശിക്ഷ കിട്ടണമെന്നാണ് പ്രതീക്ഷ. എൻ്റെ മോളല്ലേ മരിച്ച, അപ്പോൾ എനിക്ക് ആഗ്രഹം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മക്കളെ എല്ലാവരുടെയും ആഗ്രഹം വധശിക്ഷ കിട്ടണമെന്നാണ്. അഡ്വക്കേറ്റ് എന്താണ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ പ്രാവശ്യം കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇപ്പം ആധികാരികമായിട്ട് എന്തെങ്കിലും പറയണേ അദ്ദേഹം പറയാൻ പറ്റത്തുള്ളൂ. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, യഥാർത്ഥത്തിൽ തിരുവനന്തപുരം തന്നെ കാത്തിരിക്കുന്ന ഒരു വിധി എന്ന് പറയേണ്ടി വരും. അത്രമേൽ ക്രൂരമായി ഒരു കൊലപാതകത്തിനും ന്യായം പറയാനില്ല. എന്നിരുന്നാൽ പോലും 4.5 പൗണ്ട് ഒരു സ്വർണ്ണമാലയ്ക്ക് വേണ്ടി ഒരു കുടുംബത്തിന്റെ അത്താണിയായ രോഗത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന 2 കുഞ്ഞുങ്ങളെ പോറ്റാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയെ കോവിഡ് കാലത്തെ കർശന മാനദണ്ഡങ്ങൾ മറയാക്കിക്കൊണ്ട് ഇരയാക്കുന്ന ഒരു സാഹചര്യം, അതും ക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യം, അതിൽ കഴിഞ്ഞ ദിവസം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. ശിക്ഷാവിധി എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം? രാജേന്ദ്രനടക്കമുള്ള രാജേന്ദ്രൻ്റെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും വാദം, ഈ ശിക്ഷയിന്മേലുള്ള വാദം കോടതി 11 മണി മുതൽ കേട്ടു തുടങ്ങും. കോടതി അവധിയാണ്, പക്ഷേ ഈ ഒരു കേസിലെ വിധി പറയാൻ വേണ്ടി മാത്രം ഇന്ന് കോടതി ചേരുകയാണ്. അതിനാൽ തന്നെ ഇന്ന് വിധി ഉണ്ടാകും എന്നുള്ളതാണ്, ശിക്ഷയുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ കോടതി തേടിയിട്ടുണ്ട്. 7 റിപ്പോർട്ടുകളാണ് കോടതി തേടിയിരിക്കുന്നത്. അതായത് ഈ പ്രതി രാജേന്ദ്രൻ സമൂഹത്തിന് ഭീഷണിയായ ഒരാളാണ് എന്ന്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടറോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ സാമ്പത്തിക പശ്ചാത്തലം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ജയിലിൽ നിന്നുള്ള റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ പ്രതിയെ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്ന സാഹചര്യമുണ്ടോ, അങ്ങനെ ഒരു മനോനില ഈ പ്രതിക്കുണ്ടോ എന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് 1980 ഒരു ബച്ചൻ സിംഗ് കേസിലെ വിധിയുണ്ട്. ഈ വധശിക്ഷ ഒരാൾക്ക് നൽകുന്നതിന് മുൻപുള്ള ഒരു പ്രോസസ്സാണത്. അതിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്ന ഒരു പ്രതി അല്ല എന്ന് കണ്ടെത്തി വേണം വധശിക്ഷ വിധിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു കാര്യമാണ് നടക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് കോടതി പരിശോധിക്കാൻ എത്ര സമയം എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം വധശിക്ഷ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ വിനീതയുടെ കുടുംബവും എല്ലാം ഉള്ളത്. അത് പറഞ്ഞതുപോലെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു, ദാരുണമായൊരു കൊലപാതകമായിരുന്നു. കോവിഡ് കാലത്ത് 2022 ഫെബ്രുവരി 6-ന് അമ്പലമുക്കിലെ ഒരു ചെടിക്കടയിൽ ചെടികൾക്ക് വെള്ളം നനയ്ക്കാനായി എത്തിയ ഒരു യുവതി, ആ സ്ത്രീയെ അവിടേക്ക് എത്തിയ ശേഷം കയ്യിലുണ്ടായിരുന്ന കത്തി, ചെടി വാങ്ങാനെന്നുള്ള വ്യാജേനയാണ് ഈ രാജേന്ദ്രൻ അവിടേക്ക് എത്തുന്നത്. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. കുടുംബം നേരിടുന്ന പ്രതിസന്ധികളൊക്കെ മറികടക്കാനാണ് വിനീത ആ കോവിഡ് കാലത്ത് പോലും ജോലിക്കായി അവിടെ വന്നുകൊണ്ടിരുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഭർത്താവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിട്ട് വളരെ കുറച്ച് നാളെ ആയുള്ളായിരുന്നു. അതോടൊപ്പം തന്നെ 2 ചെറിയ കുട്ടികളുണ്ട്. ഇപ്പോൾ ആ കുട്ടികളെ നോക്കുന്നത് ഈ വിനീതയുടെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബമാണ്, അങ്ങനെയുള്ളൊരു കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു ഈ പറയുന്ന വിനീത. അങ്ങനെ വിനീതയെ കൊലപ്പെടുത്തിയ ശേഷം പിന്നീട് കന്യാകുമാരിയിലുള്ള കാവൽക്കിണർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ പ്രതി പോയി. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കീർണമായിരുന്നു. സാക്ഷികളുള്ള കേസായിരുന്നില്ല. പക്ഷേ ശാസ്ത്രീയ തെളിവുകളും CCTVയും എല്ലാം പോലീസിനെ സഹായിച്ചു. ഈ 7 റിപ്പോർട്ടുകൾ ചോദിച്ചത് ശിക്ഷയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമ വിദഗ്ധരൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതായത് പരമാവധി ശിക്ഷ നൽകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ കോടതി പരിശോധിക്കുന്നു എന്ന് തന്നെ വിചാരിക്കാമോ? പരമാവധി ശിക്ഷയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നിയമവിദഗ്ധരോട് മറ്റും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് രാജേന്ദ്രൻ ആദ്യമായി ചെയ്യുന്ന ഒരു കൊലപാതകമല്ല. രാജേന്ദ്രൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്രിമിനൽ പശ്ചാത്തലമാണ്. സ്വാഭാവികമായും വധശിക്ഷയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ കന്യാകുമാരിയിൽ 3 കൊലപാതകങ്ങൾ ചെയ്ത കേസിൽ വിചാരണ നേരിടുന്ന ഒരു പ്രതിയാണ്. ആ വിചാരണയ്ക്കിടയിൽ ജാമ്യത്തിലിറങ്ങി കേരളത്തിലേക്ക് വന്നതാണ്. കേരളത്തിൽ വന്ന് ഒളിവിൽ താമസിക്കുന്നു. ഇവിടെ ഒരു കടയിൽ ജോലി ചെയ്യുന്നു. അതിനിടയിലാണ് ഇത്തരം ഒരു കൊലപാതകം നടക്കുന്നത്. അപ്പോൾ സമൂഹത്തിന് ഭീഷണിയായ ഒരാളാണ് രാജേന്ദ്രൻ എന്ന് തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷന് കാര്യമായ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. അതിനാൽ തന്നെയാണ് ഈ രാജേന്ദ്രൻ കഴിഞ്ഞിരുന്ന കന്യാകുമാരിയിലെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെയും ജയിലിലെ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ജയിലിൽ നിന്നുള്ള റിപ്പോർട്ട് ഇവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണറോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ പ്രതി ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആർക്കും ഒരു ഭീഷണിയായി മാറാൻ കഴിയുന്ന ആളാണ് എന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ഈ പറയുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്കും ബോധ്യപ്പെടും എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അമലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിധി പ്രതീക്ഷിക്കുന്ന ഒന്നാണ്.